ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സബ്രീസ് കുക്കിംഗ് വേൾഡ്. ഞാൻ ചെയ്യാൻ പോകുന്നത് വാൻസോ കേക്കാണ്. നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും വാൻസോ കേക്കാണ്. സിമ്പിളായിട്ടൊരു ഡെക്കറേഷനൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് ഞാൻ വാനില സ്പോഞ്ചും അതേപോലെ തന്നെ ചോക്ലേറ്റ് സ്പോഞ്ചുമാണ് റെഡിയാക്കിയിട്ടുള്ളത്. വാനില കേക്കിൻ്റെയും പിന്നെ അതേപോലെ ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെയൊക്കെ ഞാൻ വീഡിയോ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണാത്തവരൊക്കെ ഞാനിതിൻ്റെ കൂടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. അപ്പോൾ ചോക്ലേറ്റ് സ്പോഞ്ചും അതേപോലെ വാനില സ്പോഞ്ചൊക്കെ എങ്ങനെ റെഡിയാക്കുന്നുള്ളത് നിങ്ങളെല്ലാവരും നോക്കുക. ഇതിനായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് അതേപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗണേഷും റെഡിയാക്കിയിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം 2 തരത്തിൽ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം അതേപോലെ തന്നെ നോർമലായിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ഇതിനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വീഡിയോ ആണ് കറക്റ്റായിട്ട് കാണിക്കുന്നുള്ളൂ. മറ്റൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതാണ്. അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരൊക്കെ ആ വീഡിയോസ് പോയിട്ട് കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്പോഞ്ചൊക്കെ റെഡിയാക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും. അതേ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് ടേബിളിൻ്റെ മുകളിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ വാനിലയുടെ സ്പോഞ്ചാണ് വെച്ച് കൊടുക്കുക. അത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കട്ടെ. വാനിലയുടെ സ്പോഞ്ചിന് ഷുഗർ സിറപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഇതേപോലെ തന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനൊരു കപ്പ് പഞ്ചസാരയും അതിനോടൊപ്പം ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അത്ര മധുരം വേണ്ട എന്നുള്ളവർക്ക് 1.5 കപ്പ് വെള്ളം വരെ ഉപയോഗിക്കാം കേട്ടോ. നല്ലതുപോലെ ക്രീമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സാധാ വിപ്പിംഗ് ക്രീമാണ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. വാൻസോ കേക്കിന് ആകുമ്പോൾ നമുക്ക് 2 ക്രീമും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാൻ വാനില സ്പോഞ്ചിന് വൈറ്റ് ക്രീമും മറ്റേതിന് ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ക്രീമും കൂടിയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വൈറ്റ് ഗണേഷ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല മധുരമൊന്നും അത്ര ഇഷ്ടമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് കുറച്ച് പിന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ മധുരം ഉണ്ടാവില്ല. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നത് ചോക്ലേറ്റ് ബേസാണ്. നമുക്ക് ബേസ് എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം ചോക്ലേറ്റ് ബേസ് വേണമെങ്കിൽ അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. രണ്ടാമത്തെ ലെയർ ഞാൻ ഇതേപോലെ ചോക്ലേറ്റ് കേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ലതുപോലെ അമർത്തി കൊടുക്കുക. കൈ വെച്ചിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് എടുത്തിട്ടുള്ള കോഫി മിക്സാണ്. കോഫി മിക്സ് ഷുഗർ സിറപ്പിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കോഫിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് അതിന് എടുത്തിട്ടുള്ളത്. ഇൻസ്റ്റൻറ്റ് കോഫി ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കോഫി മിക്സ് ഇതേപോലെ തന്നെ സ്പോഞ്ചിൻ്റെ എല്ലാ ഭാഗത്തുനിന്ന് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം, ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ രണ്ടും കൂടി ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 ക്രീം യൂസ് ചെയ്തിട്ടുള്ളത്. വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്തെടുക്കേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്രീം മാത്രമായിട്ട് ഉപയോഗിച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ശേഷം ഇതേപോലെ തന്നെ ചോക്ലേറ്റ് ഗണേഷ് ഇതേപോലെ ഒഴിച്ച് കൊടുക്കാം. ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ചോക്ലേറ്റ് ഗണേഷൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കിയിട്ടുള്ള ചോക്ലേറ്റ് കേക്കൊക്കെ ഉണ്ടാക്കിയ സമയത്തൊക്കെ ഞാൻ ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. പിന്നെ ഇതേപോലെ എല്ലാ ലെയറും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 4 ലെയറും ഇതേപോലെ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് 4 ലെയറും 6 ലെയറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ അപ്പോൾ ഇതിൽ 4 ലെയറായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ക്രം കോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഫ്രിഡ്ജിൽ മാറ്റിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം നമുക്കിത് വീണ്ടും ഒന്നും കൂടി ഇതിൻ്റെ മുകളിൽ ഐസിങ് ചെയ്യാനായിട്ട്. ഒരു 2 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് വെക്കുക. ഇല്ല പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീസറിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ. ഞാൻ ക്രം കോട്ടൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണിത്. അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ സൈഡിലൊക്കെ നല്ലൊന്ന് ക്രീമാക്കി കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ ക്രീമാക്കിയതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നോർമൽ വിപ്പിംഗ് ക്രീം തന്നെ യൂസ് ചെയ്യുക. അതായിരിക്കും നല്ലത് കേട്ടോ. നോർമൽ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേപോലെ മുകളിലൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക, എഡ്ജസൊക്കെ ഒന്ന് ലെവൽ ചെയ്യുക. ഇങ്ങനെ കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഒന്നും കൂടി കേക്ക് നല്ലതുപോലെ തണുപ്പിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. നല്ല തണുപ്പ് വേണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ നല്ല പെട്ടെന്ന് അങ്ങ് നിൽക്കുകയുള്ളൂ. അല്ലാതെ തന്നെ ഒരുപാട് അങ്ങ് ഒഴുകിപ്പോവും. അപ്പോൾ ക്രീമിൽ തന്നെ അതിനനുസരിച്ചുള്ള തിക്നെസ് ആയിരിക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ ഇത്രയൊക്കെ തിക്നെസ്സിലായിരിക്കണം കേട്ടോ നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോഴാണ് എല്ലാ ഭാഗത്തും കേക്ക് തണുത്തിരിക്കുന്നതുകൊണ്ട് അതങ്ങ് പെട്ടെന്ന് അങ്ങ് സെറ്റായി കിട്ടും. കൂടുതലായിട്ട് വരുന്ന ക്രീമൊക്കെ ഞാനൊരു താഴെ ഒരു വലിയ പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് പോയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇനി ഇതേപോലെ തന്നെ അപ്പോൾ ഇങ്ങനെ പതുക്കെ കുറച്ച് സമയം കൂടി ഇങ്ങനെ ഒഴുകി വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്രീം ഒന്ന് സെറ്റായിട്ട് വേണം അതിൻ്റെ മുകളിൽ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ 2 ക്രീമും കൂടി അങ്ങ് മിക്സായി പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ച് കുറച്ച് സമയം എടുത്തതിന് ശേഷം ഒന്നും കൂടി തണുപ്പിച്ചെടുത്തിട്ട് വേണം അതൊന്ന് സെറ്റായി കിട്ടിയിട്ട് വേണം അതിൻ്റെ മുകളിലൊന്ന് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഡിസൈൻ ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇതേപോലെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ള ലൈൻസ് വരച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു ഡിസൈൻ ഒരു സൈഡിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത് നമ്മളൊക്കെ ഡിസൈനൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അത് നമ്മൾ ഓരോരുത്തരുടെ ഡിസൈനനുസരിച്ചിട്ടും ഇഷ്ടത്തിനനുസരിച്ചിട്ടും മാറ്റി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് നമ്മൾ വിരൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഡിസൈൻ തന്നെ കിട്ടും കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ മേലെ ഡാർക്ക് ചോക്ലേറ്റ് വയ്ക്കുമ്പോൾ ഡാർക്ക് ചോക്ലേറ്റും കുറച്ചൊരു ലൂസായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. എന്നാലുള്ളൂ നമുക്കിങ്ങനെ ഡിസൈൻ വരയ്ക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഇതേപോലെ തന്നെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി ഇതേപോലെ വരുന്ന സ്പേസിൽ നമുക്ക് പേര് എഴുതണമെങ്കിൽ ആ ഭാഗത്തൊക്കെ പേര് എഴുതി കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതേപോലെ വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി ഇല്ല പ്ലെയിനായിട്ട് അങ്ങനെ ഒഴിച്ചിടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയ 2 ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഒരു ഡിസൈനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനും കൂടിയാണ്. എളുപ്പമാണ് ചെയ്യാനായിട്ട്, കാണാൻ ഇച്ചിരി ഭംഗിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതേ ഒരു ഡിസൈനും പിന്നെ ഇതിന് മുകളിൽ ഞാൻ കുറച്ച് ഈ സൈഡിൽ ബാക്കി വരുന്ന ഈ സൈഡിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടി പൊടിച്ചെടുത്തതാണ്. അതിൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഭാഗത്ത് നമുക്ക് പേര് എഴുതി കൊടുക്കാനുള്ള കേക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പേര് എഴുതി കൊടുക്കുകയൊക്കെ ചെയ്യാം. വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടി കൗണ്ടർ ടോപ്പിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. നമ്മൾ സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. സ്ക്രാപ്പ് ചെയ്ത് കിട്ടുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും. അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈ വാൻ ചോക്ക് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ എല്ലാവരോടും പറയുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.